ഹലോ വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഇപ്പോൾ വെതറൊക്കെ വിൻ്റർ വെതറായി കഴിഞ്ഞു. അപ്പോൾ പനിയും ജലദോഷവും ഒക്കെ മാറി മാറി നിൽക്കുന്ന സമയമാണ്. ഇന്ന് നമുക്കൊരു GPA കാണാൻ പോയാലോ? അങ്ങനെ ഞാൻ ഇന്നൊരു ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ഒരു പനിയോ തൊണ്ടവേദനയോ ഒക്കെ വന്നാൽ ഓടിപ്പോയി കാണുന്ന ഡോക്ടറാണ് ഡോക്ടർ തോറൂൺസ് ക്ലിനിക്കിലെ എലിഫ് ഡോക്ടർ. നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അതുപോലെ തന്നെ വോക്കിനായിട്ട് ഇവിടെ നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനും പറ്റും. വീക്കെൻഡ്സിലാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയോർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ വരാൻ ഒക്കോണൽ സ്ട്രീറ്റിൽ നിന്ന് F1 ബസ് എടുക്കണം. എന്നിട്ടൊരു 1 hour ട്രാവൽ കഴിഞ്ഞിട്ട് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാർക്കും വലിയ മൗണ്ടൻസും ഒക്കെ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീനറിയാണ് ഇത്. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഏതോ ഒരു ഇംഗ്ലീഷ് നോവലിലോ ഒരു ക്ലാസിക് ഇംഗ്ലീഷ് മൂവിയിലോ ഒക്കെ പെട്ടുപോയതുപോലെ തോന്നും. നമ്മൾ ഈ ഇറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ എക്രോസ് ആയിട്ട് തന്നെ ഒരു സ്കൂളുണ്ട്. അവിടെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഉള്ളിലോട്ടൊരു 7 minutes നടന്ന് വേണം നമുക്ക് ഈ ഒരു ക്ലിനിക്കിലോട്ട് പോകാൻ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു ഡോക്ടർ തോറൂൺസ് ക്ലിനിക്ക് പ്രിഫർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ കാണുന്നതാണ് ഡോക്ടർ തോറൂൺസ് ക്ലിനിക്ക്. കാണുമ്പോൾ ഒരു ചെറിയ ക്ലിനിക്കാണെങ്കിലും ഒരുപാട് ടെസ്റ്റ്സും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ഉള്ളൊരു ക്ലിനിക്കാണിത്. നമ്മുടെ വലിയൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇതൊക്കെയാണ് അവിടെ അവർക്ക് ഉള്ള സർവീസസ് ഒക്കെ. ആദ്യമായിട്ട് പോകുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല രജിസ്റ്റർ ചെയ്യാനായിട്ട്. അവിടുത്തെ GP കൺസൾട്ടേഷൻ ചാർജ് വരുന്നത് €65 ആണ്. അത് ബാക്കി എല്ലായിടത്തും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള പ്രൈസാണ്. അതിനുശേഷം ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങി നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് പോകാനുള്ള F1 ബസ് തന്നെ വേറൊരു സ്റ്റോപ്പിൽ നിന്ന് എടുത്തു. അങ്ങനെ ഞാൻ വന്ന് നമ്മുടെ റോട്ടൻഡ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയത്. നോക്കുമ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ, ഇരുട്ടിയിട്ടുണ്ടെങ്കിലും. അങ്ങനെ സമയം നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന പേർപ്പിൾ കളറിലെ ജംപ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെയിൻ ശ്രദ്ധിച്ചത്. അത് ഞാൻ ലാസ്റ്റ് ഇയർ ഇവിടെ അടുത്ത് തന്നെയുള്ള ചാപ്റ്റേഴ്സ് ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതൊരു വലിയ ബുക്ക് സ്റ്റോറാണ്. അതിൻ്റെ 2nd ഫ്ലോറിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് ഹോം ഡെക്കോഴ്സും പിന്നെ ഗാർഡനിങ്ങിന് വേണ്ട സാധനങ്ങളും ഇങ്ങനത്തെ ജെം സ്റ്റോൺസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവിടുന്ന് ഞാൻ പെട്ടെന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഒരു മെറൂൺ കളറിലെ ജെം സ്റ്റോൺ ഹാൻഡ് ചെയിൻ വാങ്ങി. അതിനുശേഷം ഞാൻ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള ടെസ്കോയിലേക്കായിരുന്നു. എഗ്ഗും അതുപോലെ തന്നെ കെച്ചപ്പും വാങ്ങാൻ. അതും ബില്ല് ചെയ്ത് പെട്ടെന്ന് ഞാൻ ഇറങ്ങി. ഇന്നത്തെ എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ഒരുപാട് സമയം എടുത്തില്ല. അവിടുന്ന് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. 2 minutes എൻ്റെ ബസ് വന്നു. 30 minutes വീട്ടിലെത്തി. അവിടെ എനിക്ക് വേണ്ടി എൻ്റെ തിമോയിലെ ഒരു ഓർഡർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.